പപ്പായയുടെ സോപ്പ് ഉണ്ടാക്കാം. ഇപ്പോൾ കുറേ പേര് എന്ത് ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് ഈസി ആയിട്ട് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന സോപ്പ് പറഞ്ഞുതരാൻ പറഞ്ഞു. അപ്പോൾ അത് ചെയ്യണതാണ് കാണിക്കുന്നത് കേട്ടോ. പപ്പായ അരച്ചിട്ടൊന്നല്ലേ അതൊന്നും വിചാരിക്കരുത്. ട്രാൻസ്പെറൻറ്റ് ഗ്ലിസറിൻ ബേസ് എടുത്ത് അത് കട്ട് ചെയ്ത്, ഇപ്പോൾ സ്ലൈസ് ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ, ഇങ്ങനെ ബാറാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്യുക, എന്നാലും നമുക്കത് ചെയ്യാനായിട്ട് ഈസി ആയിരിക്കുള്ളൂ. അതുകൊണ്ട് അതിങ്ങനെ കട്ട് ചെയ്യുക. കട്ട് ചെയ്തെടുത്ത് 1 kg അതിങ്ങനെ അളന്ന് അതിൻ്റെ ഓരോ സാധനങ്ങളും നമുക്കതിന് വേണ്ടുന്ന സാധനങ്ങൾ ഞാനിത് ഞാൻ പറഞ്ഞു പോകും കേട്ടോ. ഇപ്പോൾ ഗ്ലിസറിൻ ബേസ് എടുക്കുക, വൈറ്റമിൻ ഇ ഓയിൽ ആഡ് ചെയ്യണം, പിന്നെ പപ്പായയുടെ ഫ്രാഗ്രൻസ് ആഡ് ചെയ്യണം, പപ്പായയുടെ പൗഡർ കിട്ടും, പൗഡർ ആണെങ്കിൽ പൗഡർ, എക്സ്ട്രാക്ട് ആണെങ്കിൽ എക്സ്ട്രാക്ട് ആഡ് ചെയ്യുക. പിന്നെ ഏതെങ്കിലും ഒരു ആൽമണ്ട് ഓയിലോ നിങ്ങൾക്ക് വേണ്ടുന്ന ഏതെങ്കിലും ഒരു നല്ല ഓയിൽ, ഒജോബ ഓയിലോ ഏതെങ്കിലും എടുത്തിട്ട് അതും ആഡ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ചെയ്യൂ ഒരു സോപ്പ്. എല്ലാവരും പറയുന്നുണ്ട്, ചിലവർ വിളിച്ച് പറയുന്നുണ്ട് അവരുടെ സോപ്പ് മെൽട്ടായി പോകണു, വേഗം നല്ല കട്ടിക്ക് നിൽക്കണില്ല, അവർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ പപ്പായ അവർ ചെയ്യാൻ ശ്രമിച്ചപ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അറിയാത്തതുകൊണ്ട് ചെയ്യാൻ പറ്റണില്ല. റെഡ് വൈൻ ചെയ്യാൻ പറയുന്നുണ്ട്. ഓരോ ദിവസം ഓരോന്ന് ചെയ്യാം. എനിക്കൊരു ഓർഡർ ഉണ്ടായിരുന്നു, അപ്പോൾ അതാണ് ഒരുമിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചത്. ഒരു 100 സോപ്പിൻ്റെ ഒരു ഓർഡർ വരുന്നുണ്ട്. അപ്പോൾ അത് ഒറ്റയടിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് കാണിക്കുമ്പോൾ എനിക്ക് കാണിക്കുകയും ചെയ്യാം, പിന്നെ അതിന് വേണ്ടി വേറൊരു സമയം കണ്ടെത്തണ്ടല്ലോ. അപ്പോൾ ബിസിനസ് മാത്രമല്ല, നമുക്ക് വീട്ടിലേയും കുറേ കാര്യങ്ങളുണ്ടാവുമല്ലോ. ഇപ്പോൾ വെക്കേഷൻ ടൈം ആയതുകൊണ്ടേ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ തിരക്കും പിന്നെ ഹസ്ബൻഡും ഒക്കെ ഉണ്ട്. എല്ലാവരുടെ അടുത്തും കളിയും ചിരിയും വെക്കേഷൻ ആഘോഷമൊക്കെ കൂടിയാകുമ്പോൾ ചെറിയ ചെറിയ ടൈമിൻ്റെ നമുക്കൊരു അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പം ഇങ്ങനെ ജസ്റ്റ് കട്ട് ചെയ്തെടുത്തു. നിങ്ങൾ ഡബിൾ ബോയിലിംഗ് ആണ് ചെയ്യണത് എങ്കിൽ ഡബിൾ ബോയിലിംഗ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞാൻ ഓവനിലാണ് ചെയ്യുന്നത്. പണ്ടൊക്കെ ഞാൻ ഡബിൾ ബോയിലിംഗ് തന്നെയായിരുന്നു. പക്ഷെ ഇപ്പം നമുക്ക് അതിനുള്ള ടൈം ഇല്ലാത്തത് കൊണ്ട് 2 ഓവൻ വെച്ചിട്ടാണ് ഞാൻ വർക്ക് ചെയ്യണത്. അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ അതുപോലെ ചെയ്യാം. ഓവനിൽ ചെയ്താലും ഡബിൾ ബോയിലിംഗ് ചെയ്താലും ഒരേപോലെ ഫുള്ളായിട്ട് നമ്മൾ മെൽറ്റ് ആവുന്നവരെ വെയിറ്റ് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. നമ്മൾ ഓവനിലേക്ക് വയ്ക്കുകയാണ്. ഓവനിൽ വെച്ച് നമ്മളൊരു തിരിച്ചു വയ്ക്കാം കേട്ടോ. ഓവനിലേക്ക് വെച്ച് നമ്മൾ മെൽട്ടായി എടുത്തു. ജസ്റ്റ് ഒന്ന് നോക്കാട്ടെ, എന്തെങ്കിലും അതിൽ മെൽട്ടാവാനുണ്ടെങ്കിൽ വെയിറ്റ് ചെയ്യുക, മെൽട്ടാക്കുക. മെൽട്ടാക്കിയതിന് ശേഷം മാത്രം എല്ലാതും ആഡ് ചെയ്യുക കേട്ടോ. പിന്നെ ഇതിന് ആവശ്യമുള്ള സാധനങ്ങൾ നമ്മുടെ അടുത്തുണ്ട്. ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ എന്നെ വാട്സാപ്പ് ചെയ്താൽ മതി കേട്ടോ. അതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നമ്മളിവിടുന്ന് അയച്ചു തരാം. അപ്പം നമുക്കൊരു കളർ വേണം, അതായത് നമ്മുടെ മൈൻഡിലൊരു കളർ ഉണ്ടെങ്കിലാണ് എന്തിനൊരു ഭംഗി ഉണ്ടാവുള്ളൂ. നമ്മുടെ മൈൻഡിൽ അപ്പോൾ ആ ഒരു പപ്പായയുടെ ഒരു കളർ കിട്ടണം. അപ്പം അതിൻ്റെ ഒരു കളർ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പിന്നെ വൈറ്റമിൻ ഇ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുക. വൈറ്റമിൻ ഇ ഓയിൽ ആഡ് ചെയ്യുക, ഗ്ലിസറിൻ ആഡ് ചെയ്യുക. ഗ്ലിസറിൻ വെജിറ്റബിൾ ഗ്ലിസറിൻ കിട്ടും. നല്ലപോലെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഈ സമയത്ത് നിങ്ങൾക്ക് എക്സ്ട്രാക്ട് വേണമെങ്കിൽ എക്സ്ട്രാക്ട് ആഡ് ചെയ്യാം. ഞാൻ എക്സ്ട്രാക്ട് ആണ് ആഡ് ചെയ്യുക. പൗഡേഴ്സ് ആണ്, ഇപ്പോൾ പപ്പായയുടെ പൗഡറാണ് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ പപ്പായയുടെ പൗഡർ വാങ്ങിച്ചിട്ട് ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നല്ലോണം ആഡ് ചെയ്യുക എന്നുള്ളതാണ്, അതായത് എല്ലാവരും കറക്റ്റായിട്ട് ബ്ലെൻഡ് ആവണം. അങ്ങനെ പൊടി ആണെങ്കിലും അവിടെ ഇവിടെ ഒന്നും കട്ട പിടിച്ച് നിൽക്കരുത്. അപ്പോൾ നമുക്ക് നഷ്ടമാണ്, ഒരു ഭംഗി കിട്ടാത്ത പോലെ കുറേ വേസ്റ്റ് ആവും. ചിലപ്പോൾ നമുക്കത് വരില്ല, ഒരു ഫിനിഷിങ് കിട്ടും. ഓക്കെ, നല്ല പോലെ ഇളക്കി കൊടുത്തു. എന്നിട്ട് അതിൻ്റെ ടെമ്പറേച്ചർ ഒന്ന് ചെക്ക് ചെയ്യണേ. ടെമ്പറേച്ചർ ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത പരിപാടി. ടെമ്പറേച്ചർ നോക്കുക. ടെമ്പറേച്ചർ 70 വരാണോ കേട്ടോ. 60-70 നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അപ്പം തന്നെ ഫ്രാഗ്രൻസ് ആഡ് ചെയ്യാം. അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രാഗ്രൻസ് അപ്പോൾ കറക്റ്റ് ആ സ്മെല്ല് നിൽക്കും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഫ്രാഗ്രൻസിൻ്റെ സ്മെല്ല് കിട്ടില്ല. നമ്മൾ ഫ്രാഗ്രൻസ് ആഡ് ചെയ്യാണ് കേട്ടോ. നല്ലപോലെ ആഡ് ചെയ്ത് കൊടുക്കുക. നല്ല ഫ്രാഗ്രൻസ് എപ്പോഴും വാങ്ങിക്കുക.
ഫ്രാഗ്രൻസുകളുടെ സ്മെല്ല് നന്നായാൽ മാത്രമേ ആ ഫ്രാഗ്രൻസിന്റെ സ്മെല്ല് നമുക്ക് കിട്ടുള്ളൂ. അല്ലാണ്ട് നമ്മൾ വെറുതെ കുറേ ഫ്രാഗ്രൻസ് ആഡ് ചെയ്തുകൊണ്ട് ആ സ്മെല്ല് കിട്ടണമെന്നില്ല കേട്ടോ. ഫ്രാഗ്രൻസ് എപ്പോഴും നല്ലത് ചൂസ് ചെയ്യാം. കുറേ പ്രാവശ്യം വാങ്ങേണ്ടി വരും ഏതാന്ന് നമുക്ക് തീരുമാനിക്കാനായിട്ട്. അതുവരെ അത് നല്ലപോലെ ഒറ്റൊരു ഇതിൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്യുക. എല്ലാം അവിടെ എത്തിക്കഴിഞ്ഞതിന് ശേഷം വെയിറ്റ് ചെയ്ത് എപ്പോഴും ഞാൻ പറയുന്ന പോലെ തന്നെ താത്തി ഒഴിച്ചു കൊടുക്കുക. നമ്മളിങ്ങനെ പൊക്കി ഒഴിക്കരുത്. പൊക്കി ഒഴിച്ചാലാണ് നമുക്കിങ്ങനെ നിറച്ച് ബബിൾസ് വരിക. അപ്പം ഞാൻ പരമാവധി ആൽക്കഹോൾ യൂസ് ചെയ്യാറില്ല. അത് ഇപ്പം സ്പ്രേ ചെയ്യാൻ നിൽക്കണം നേരമുണ്ടെങ്കിൽ നിങ്ങൾ ഭയങ്കര താത്തി ഒഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആവശ്യമൊന്നും വരില്ല കേട്ടോ. ചെയ്യാൻ പോവാണ്. താത്തി ഒഴിക്കാൻ ശ്രമിക്കുക കേട്ടോ. വളരെ താത്തി ഒഴിക്കുക. ആ മുകളിൽ വരുന്നതൊക്കെ പോയിക്കോളും. ആ ഫസ്റ്റത്തെ ഒരു ഇതിൽ മാത്രം വരുന്നതാണ്. പിന്നെ കണ്ടോ വരില്ല. താത്തി ഒഴിക്കാനാണ് കേട്ടോ ഇങ്ങനെ കാണിക്കണേ. ഇങ്ങനത്തേന് ഒഴിക്കുക. ഇങ്ങനെ ഓരോന്നും ഒഴിക്കുക. എനിക്കിപ്പോൾ ഇത്രയിൽ ഉണ്ടോ ഇനി പുറത്തൊക്കെ ഒഴിക്കാം. ഫില്ല് ചെയ്യാം. ബേബി ഒന്നും ചെയ്യില്ല. സിയ അപ്പുറത്ത് നിൽക്കണുണ്ടേ. സിയുടെ പണിയാണ്. ഇനിയിപ്പോൾ ഇതൊക്കെ കണ്ടു. എല്ലാവർക്കും ഇത് ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി ഇതിൽ മെഷർമെൻറ്റും കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് വേണമെന്നുള്ളവർ എനിക്ക് വാട്സാപ്പ് ചെയ്യുക. എൻ്റെ വാട്സാപ്പ് നമ്പർ ഞാനിതിൻ്റെ താഴെ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ക്ലാസ് ഞങ്ങൾക്ക് ഓൺലൈൻ വഴി ക്ലാസ് പോകുന്നുണ്ട്. അപ്പോൾ ഓൺലൈൻ ക്ലാസ്സിൽ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും കേട്ടോ. എൻ്റെ വാട്സാപ്പ് നമ്പർ താഴെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നേരിട്ട് മെസ്സേജ് ചെയ്യാം. മെസ്സേജ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആർക്ക് ക്ലാസ്സിന് ജോയിൻ ചെയ്യേണ്ടതെങ്കിൽ ബാക്കി ഡീറ്റെയിലൊക്കെ ഞാൻ ക്ലാസ്സിൽ തന്നെ അതിൽ തന്നെ പറഞ്ഞുതരാം കേട്ടോ. താങ്ക് യു. സോപ്പിന് ലാദർ കുറവാന്ന് പറഞ്ഞവർക്ക് കേട്ടോ. നമ്മുടെ സോപ്പിൽ ഇത്രയും ഉണ്ടായിരിക്കും ബേസിൽ. ഇതിപ്പോൾ ബേസ് ജസ്റ്റ് ഞാൻ കട്ട് ചെയ്തതിന് ശേഷം ഒന്ന് വാഷ് ചെയ്ത് നിങ്ങളെ കാണിക്കാമെന്ന് ചോദിച്ചിട്ടാണ് കേട്ടോ. കണ്ടോ, അതൊന്നും കുറവുണ്ടാവില്ല. ആവശ്യത്തിനുള്ള പതയൊക്കെ വരും. നമുക്കിങ്ങനെ പത കുറവാണെന്ന് പറഞ്ഞൊരു കംപ്ലൈൻറ്റ് പറയുന്നുണ്ട്. പക്ഷെ നമ്മുടെ ബേസിൽ അങ്ങനെ ഒരു കംപ്ലൈൻറ്റ് ഉണ്ടാവില്ല കേട്ടോ. ഫൈനൽ പ്രൊഡക്റ്റാണ് കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. പാക്ക് ചെയ്തിട്ട് ഇങ്ങനെ വരും കേട്ടോ. കണ്ടോ, പാക്ക് ചെയ്തിട്ട് ഇങ്ങനെയാണ് വരിക. ഇത് റോളാണ് വാങ്ങിച്ചത്.